കത്തോലിക്ക സഭ നിരീശ്വരനാക്കിയ അച്ചായന്റെ വാക്കുകൾ. എന്റെ അപ്പനൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെ 4 മണിക്ക് ഏറ്റിട്ട് പ്രാർത്ഥനയാ സാറേ. പ്രാർത്ഥിച്ച് എന്നാച്ച് വെറുതെ ഇരിക്കും, വീട്ടിൽ കുത്തിയിരിക്കും. വെറുതെ വീട്ടിൽ കുത്തിയിരുന്ന കഞ്ഞി കരി ഉണ്ടാവുമോ സാറേ? എന്റെ വിശ്വാസം കളഞ്ഞതെന്ന് പറഞ്ഞോ, അത് എന്റെ വല്യമ്മ എന്റെ അപ്പനും തന്നെയാ. പുള്ളിക്കാർക്ക് ഇങ്ങനെ എന്റെ ചെറുപ്പകാലത്തല്ലേ ഇങ്ങനെ എല്ലാവരോടും പറഞ്ഞോണ്ട് നടക്കുക. എന്റെ ആങ്ങള പുണ്യാളനാ, ഉടനെ റോമിന്ന് കൽപ്പന വരും, പുണ്യാളനാക്കും എന്നൊക്കെ പറഞ്ഞ് ഇതുവരെ ഒരു പുണ്യാളനുമായിട്ടുമില്ല. കത്തോലിക്ക വിശ്വാസികളായ തൻ്റെ മാതാപിതാക്കളുടെ ഭ്രാന്തമായ വിശ്വാസം കണ്ട് ദൈവവിശ്വാസം തന്നെ നഷ്ടപ്പെട്ട് നിരീശ്വരവാദിയായി മാറിയ കണ്ണൂർ സ്വദേശി സണ്ണിച്ചായൻ്റെ വാക്കുകൾ കേൾക്കുക. വെറും 3ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള ഈ അച്ചായൻ പോലും കത്തോലിക്ക സഭയുടെ പൊള്ളത്തരങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഭൂമിയെ കുനിഞ്ഞ് പണിയെടുക്കാതെ എപ്പോഴും പ്രാർത്ഥനയും ഉപവാസവുമായി നടന്നു മുടിഞ്ഞുപോയ തൻ്റെ മാതാപിതാക്കളുടെ കാര്യവും സ്ഥലം എഴുതി കൊടുത്താൽ മാർപ്പാപ്പ പുണ്യാളനാക്കം എന്ന് പറഞ്ഞ് തൻ്റെ വല്യപ്പൻ്റെ 2.5 ഏക്കർ സ്ഥലം ചങ്ങനാശ്ശേരി തിരുവട്ട് രൂപത തട്ടിയെടുത്ത കാര്യവുമെല്ലാം സണ്ണിച്ചായൻ വിവരിക്കുന്നു. ഇതുപോലെ ഈ ലോഹത്തൊഴിലാളികളുടെ തന്തയില്ലായ്മ കൊണ്ട് ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഇപ്പോൾ നിരീശ്വരവാദികളായി മാറിയിരിക്കുന്നത്. ഇനി സണ്ണിച്ചായന്റെ വാക്കുകൾ കേൾക്കുക. എന്റെ പേര് സണ്ണി. ഞാന് കണ്ണൂർ ജില്ലയിലാണ് എന്റെ താമസം. എനിക്ക് ഐ2 ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളാ സ്ഥിരമായിട്ട്. അപ്പൊ എനിക്കിത് വളരെ സന്തോഷമുണ്ട്. നിങ്ങള് സാർ ഇത് ഇങ്ങനെ സംഭാഷണം ചെയ്യുന്നത് വളരെയധികം സന്തോഷമുണ്ട്. എന്താ പറയാ, എനിക്ക് വല്ലാത്ത സന്തോഷം മൂത്തപ്പോ ഞാൻ വിളിച്ചതാ. അത് പറഞ്ഞു, ഞാൻ ചങ്ങനാശ്ശേരി താലൂക്കില് മാമൂട് എന്ന് പറഞ്ഞ സ്ഥലത്ത് 1 കിലോമീറ്റർ ഉള്ളോട്ട് മാറി മാതിരി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഞാൻ ജനിച്ചു വളർന്നത്. അവിടെ എന്റെ വല്യമ്മയുടെ അപ്പന്റെ അമ്മാവൻ, അദ്ദേഹം 33ാമത്തെ വയസ്സിൽ മരിച്ചുപോയി. അദ്ദേഹത്തിന് ചങ്ങനാശ്ശേരി അരമനയിലെ കണക്കെഴുതുന്ന ജോലിയായിരുന്നു. ചങ്ങനാശ്ശേരി അരമനയിൽ ഇന്നും ഈ ഫാമിലിയില് മുരിയൻകാവുങ്കലെന്ന അവരുടെ വീട്ടുപേര്, എന്റെ വല്യമ്മയുടെ. മുരിയൻകാവുങ്കക്കാരെന്ന് പറഞ്ഞാൽ ചങ്ങനാശ്ശേരി അരമനയിലെ ഫേമസ് പാർട്ടികളാണ്. അപ്പോ ഇദ്ദേഹത്തിന് ക്ഷയരോഗം ബാധിച്ചു കഴിഞ്ഞ് അന്നത്തെ കാലത്ത് ചികിത്സയില്ലാതെ ഈ മാമല എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന് അവിടെ ഒരു കുന്നും പ്രദേശം 4 വശത്തോണ്ടും കയറി വരണമെങ്കിൽ ഭയങ്കര കുന്നാ. അവിടെ വന്ന് ഇദ്ദേഹം ആളുതാമസമില്ലാത്ത ഒരു പ്രദേശത്ത് വന്ന് അവിടെ ഒരു 2 ഏക്കറും 16 സെന്റ് സ്ഥലം എങ്ങനെയോ സംഘടിപ്പിച്ചു. അന്നത്തെ കാലത്ത് സ്ഥലം വളച്ചു കൂട്ടി വെക്കാവുന്നതാ. അങ്ങനെ സ്ഥലം സംഘടിപ്പിച്ച് അവിടെ ഒരു കുഴിച്ചുപള്ളിയൊക്കെ സ്ഥാപിച്ച് അതിന്റെ ചുറ്റും ഉണ്ടായിരുന്ന ദളിതരായ ആളുകളെ, അങ്ങനെയുള്ള ആളുകളെ സംഘടിപ്പിച്ച് കുറെ പേരെ, ഒരു 5-8 കുടുംബത്തെ മാമൂദിസ മുക്കി ഇദ്ദേഹം ഇങ്ങനെ അവിടെ താമസിച്ചുകൊണ്ടിരുന്നു. അവസാനം ഈ 2 ഏക്കർ 16 സെന്റ് സ്ഥലം എന്ത് ചെയ്തെന്ന് ചോദിച്ചാല്, ഇദ്ദേഹം ചങ്ങനാശ്ശേരി അരമനയിലേക്ക് എന്റെ കാലശേഷം ചെല്ലട്ടെ എന്നും പറഞ്ഞ് ഒസിയത്ത് എഴുതി വെച്ചു. എന്നാൽ അതെല്ലാം ഞാൻ പറയുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാല്, ഞങ്ങൾ എന്നിട്ട് ഈ പറഞ്ഞ സ്ഥലത്തിന്റെ തൊട്ടതിരയിലായിട്ടാണ് ഞാൻ ജനിച്ചു വളർന്നതും താമസിച്ചതും. അവിടെ ഞങ്ങൾക്ക് 65 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു. ഞാൻ ഈശ്വരവിശ്വാസമുള്ള ആളല്ല. കാരണം എന്നാന്ന് ചോദിച്ചെന്നാല്, എനിക്ക് എന്റെ ചെറുപ്പം തൊട്ടേ എനിക്ക് ഈശ്വരവിശ്വാസം ഒരു കവളിപ്പാണ് എന്ന് എന്റെ മനസ്സിൽ തോന്നാൻ തുടങ്ങി. പക്ഷെ ഈ അടുത്ത കാലത്താണ് ഞാൻ അത് പരിപൂർണമായും വിട്ടത്. അതുകൊണ്ട് നിങ്ങളുടെ ഈ ചാനലിൽ നിങ്ങൾ ഈ സംപ്രേഷണം ചെയ്യുന്ന പരിപാടി എനിക്ക് വളരെ ഇഷ്ടപ്പെടുന്നു. കാരണം ഇത് ഇവരുടെ മർമ്മത്തിൽ കൊള്ളുന്ന ഒരു സംഭവമാണ്. കുടുംബത്തിലാണോ ജനിച്ചേ? അതെ. എന്റെ സാറേ, ഞാൻ റോമൻ കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ച ആളാണ്. എനിക്ക് 69 വയസ്സായി. ഞാൻ യുക്തിവാദിയാണ്, നിരീശ്വരവാദിയാണ്. എനിക്ക് ഒരു കാര്യം പറയാം, ഈ പെൺവർഗത്തോട് സാറ് പറയണം. സാറിനെ വിളിക്കുന്നു, പെണ്ണുങ്ങൾ സംസാരിക്കുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഈ ഈശ്വര വിശ്വാസികൾ എന്നൊക്കെ പറയുന്നത് അവരോടൊന്ന് പറഞ്ഞു കൊടുക്കണം സാറേ. നിങ്ങൾ ഈ വേണ്ടാത്ത പണിക്ക് നിൽക്കരുത്. എന്തിനിങ്ങനെ ഞാനിപ്പോ എന്റെ അനുഭവം പറയാം. അതായതെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ എന്റെ വീട്ടിൽ നിന്ന് 3 മിനിറ്റ് നടന്നാൽ വഞ്ചിയം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ. 3 മിനിറ്റ് നടന്നാൽ ഓർത്തഡോക്സ് പള്ളിയിലേക്ക് ചെല്ലാം. ഇവിടുന്ന് 3 മിനിറ്റ്. അവിടെ ഗീവർഗീസകതായുടെ നാമത്തിലാണ് പള്ളിയുള്ളത്. ഞാൻ ആയിരിക്കുന്ന എന്റെ ഇടവക പള്ളി എന്ന് പറയുന്നതും തൊട്ടപ്പുറത്താ. അവിടെയും ഗീവർഗീസ. ഈ ഓർത്തഡോക്സ് പള്ളിയിലെ അച്ഛൻ പറഞ്ഞു, ഗീവർഗീസ് ജീവിച്ചിരുന്നതായി യാതൊരു രേഖയില്ലാന്ന്. ചരിത്രപരമായി യാതൊരു രേഖയില്ലെന്നാ പറയുന്നത്. അങ്ങനെ ചരിത്രപരമായി രേഖയില്ലാത്ത ഒരാളെ പുണ്യാളനാക്കി വെച്ചിരിക്കുന്ന സഭയാണ് നമ്മുടേത്. ഇത് എത്ര പേർക്ക് അറിയാം സാറേ, ഈ വിശ്വാസികൾക്ക്? ഇത് ഇവരെ ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടേ സാറേ? ഞാൻ പറഞ്ഞെന്നാൽ എന്റെ പേരിന്റെ അപ്പുറത്ത് LLB ഇല്ലാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞ ഇവരാരും അംഗീകരിക്കുകയില്ല.
അപ്പൊ നിങ്ങളെ പോലെയുള്ള ഒരു സാറെ ഇതൊന്ന് ഉപദേശിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ഈ പിന്നെ എന്നാ പറയാ തോമാതൃക ഇവിടെ വന്നു എന്ന് പറയും. ഇത് സാറേ ഇതൊക്കെ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകുന്ന കാര്യമല്ലേ? ഇതൊക്കെ സത്യമാണോ സാറേ? ഇതൊക്കെ ഇല്ലാത്ത വിശ്വാസം ഉണ്ടാക്കി തട്ടിപ്പ് നടത്തി എന്നിട്ട് ഇവരെ എത്താവുന്നിടത്തോളം എത്തിക്കഴിഞ്ഞിട്ട് ഇനി ഇവരെ നമ്മള് പിന്നെ ഇന്നും ആളുകൾക്ക് പിന്നെ എന്നാ പറയാ, ഞാൻ പിന്നെ ഈ കഴിഞ്ഞ 2-3 മാസം മുമ്പ് ഞാൻ ഇവിടെ എൻ്റെ 5 കിലോമീറ്റർ അപ്പുറത്ത് ഒരു ഗവൺമെന്റ് ആശുപത്രി ഉണ്ട്. ഞാൻ അവിടെ പോയി ഷുഗറിന് മരുന്ന് മേടിച്ച് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ എൻ്റെ സാറേ ആ ഗേറ്റിൻ്റെ അവിടെ നിൽക്കുക ഒരു പെണ്ണുങ്ങള് കൃപാസനത്തിന്റെ മാസികയായിട്ട്. ചേട്ടാ ഒരു ഇത് കിട്ടിയാന്ന് ചോദിച്ചു. ഞാൻ അന്നേരം പെട്ടെന്ന് ഞാൻ പോരാൻ വേണ്ടിയുള്ള തിരക്കിന് ഓടുക. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല എന്നതാണ്. ഞാൻ ചോദിച്ചു എന്നതാ സംഭവം എന്നാന്ന് ചോദിച്ചു. ഇതൊന്ന് കൊണ്ടുപോയി വായിച്ചു നോക്കെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് കാര്യം മനസ്സിലായി, നിങ്ങൾ ഈ പിന്നെ നമ്മുടെ പ്രാങ്കോയനെ ഒന്നും മറന്നുപോയ ഓർക്കുന്നില്ലെന്ന് ചോദിച്ചു. ഈ പെണ്ണുങ്ങൾ എന്നെ രൂക്ഷമായിട്ടൊന്ന് നോക്കി. എൻ്റെ ഭാര്യയുടെ അനിയത്തി എന്ന് പറഞ്ഞാൽ അത് ചരിത്രം പറഞ്ഞു കഴിഞ്ഞാല് തലശ്ശേരി രൂപതയിലെ മെത്രാനായിരുന്ന ജോർജ് വലിയമറ്റം ഇവളുടെ കല്യാണം, എൻ്റെ ഇളയ അനിയത്തിയുടെ കല്യാണം ആശീർവദിച്ചത്. ചെറുപുഴയാണ് കെട്ടിച്ചത്. ചെറുപുഴ നല്ലോമ്പുഴ പള്ളിയിൽ വെച്ചായിരുന്നു കല്യാണം. ആ കല്യാണം ഡൈവേഴ്സ് ആയിപ്പോയി. മെത്രാൻ കല്യാണം താരി വെഞ്ചരിച്ച് കെട്ടിച്ചു കൊടുത്ത കല്യാണം ഡൈവേഴ്സ് ആയിപ്പോയി. അപ്പോൾ അതും കഴിഞ്ഞിട്ട് ഇവിടുന്ന് കണ്ണൂരിൽ നിന്ന് 1000 ചില്ലാനം രൂപ മുടക്കി ആലപ്പുഴ പോയി കൃപാസനത്തിൽ ഇവൾ ഈ ഡൈവേഴ്സലായി കഴിഞ്ഞിട്ട് ഇവള് ഇപ്പം കൃപാസനത്തിൽ സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരിക്കുക. പോയിട്ട് വന്ന് ഈ അടുത്ത കാലത്ത് ഒരു 6 മാസം മുമ്പ് ഇവക്കൊരു വയറ്റുവേദന വന്നു. വയറ്റുവേദന വന്നു കഴിഞ്ഞപ്പം ചെറുകുന്നെന്ന് പറഞ്ഞ പിന്നെ കണ്ണൂരിനും തളിപ്പറമ്പിനും ഇടയ്ക്കായിട്ട് ചെറുകുന്ന് മിഷൻ ആശുപത്രി ഉണ്ട്. അവിടെ ചെന്ന് അവിടെ വിശ്വാസത്തിന്റെ പുറത്ത് അവിടെ പോകുള്ളൂ. അവിടെ ഫീസ് കൂടുതലാണ്. 1.5 ലക്ഷം രൂപ മുടക്കി ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. ഓപ്പറേഷൻ ചെയ്ത് വീട്ടിൽ വന്ന് 5-ാം ദിവസം വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ തുന്നെല്ലാം പൊട്ടി പഴുത്ത് കുളമായി വീണ്ടും പോയി. ഞാൻ അന്നേരം എൻ്റെ പെമ്പർനോട്ട് ഇതെന്നോട് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ആ കൃപാസനത്തിലെ മാസിക എടുത്ത് നെഞ്ചത്തോട്ട് വെക്കാൻ പറയാൻ പറഞ്ഞു. ഞാൻ മിന്നാന്ന് ഒരു സംഭവം ഉണ്ടായി. എൻ്റെ വല്യമ്മയുടെ അനിയത്തിയുടെ മകൾ ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷന്റെ പുറകില് പിന്നെ കന്യാസ്ത്രീകൾ നടത്തുന്ന ഒരു വൃദ്ധസദനത്തിലാണ് അന്തേവാസിയ. കാരണം എന്നാന്ന് ചോദിച്ചാൽ ഇവര് ചെറുപ്പത്തിൽ കന്യാസ്ത്രീമഠത്തിൽ പോയി ലക്നൌവിലായിരുന്നു. അവിടുന്ന് ഇവരുടെ അപ്പന് സുഖമില്ലാതെ കൊണ്ട് ഈ മെന്റൽ തകരാറുണ്ടായി. അപ്പനെ നോക്കാൻ ആളില്ലാത്തതിന്റെ പേരിൽ ഇവര് മഠത്തിൽ നിന്ന് തിരിച്ചു വന്ന് അപ്പനെ നോക്കി. അപ്പൻ കുറെ കാലം കഴിഞ്ഞ് മരിച്ചു കഴിഞ്ഞപ്പം ഇവര് പിന്നെ കല്യാണം ഒന്നും കഴിച്ചില്ല. ഇവര് പ്രാർത്ഥനയും പരിവട്ടമായിട്ട് ഇങ്ങനെ നടന്നു. പിന്നെ ഞാൻ ഈ പറഞ്ഞ സ്ഥലം 2 ഏക്കർ 16 സെന്റ് സ്ഥലം എഴുതി കൊടുത്ത ഈ പിന്നെ അരമനയിലെ ക്ലർക്കായിരുന്ന പുള്ളിയുടെ മരുമകളായിട്ട് വരുമല്ലോ അവര് വിശ്വാസം മൂത്തിട്ട് ഇന്ന് നടന്ന് ഇന്നിപ്പോ എന്ന് പറഞ്ഞാൽ ഈ പിന്നെ കന്യാസ്ത്രീകൾ നടത്തുന്ന അന്തേവാസി അവിടുത്തെ അന്തേവാസിയായ പിന്നെ ആഴ്ചയിൽ ഞായറാഴ്ച ദിവസം മാത്രമേ അവർക്ക് ഫോൺ വിളിക്കാൻ വരെ അനുവാദമുള്ളൂ. അപ്പൊ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. അന്നേരം ഞാൻ ഇങ്ങനെ ചില കുത്തുവാക്കുകൾ പറയുമ്പോൾ പുള്ളിക്കാരത്തി എന്നെ ചെയ്യും, ഫോൺ കട്ടാക്കും. ഇതൊന്നും അവർക്ക് ഇഷ്ടമല്ല പറയുന്നത്. ഞാൻ പറഞ്ഞു എൻ്റെ അപ്പന്റെ അമിതമായ ദൈവവിശ്വാസം കൊണ്ടാണ് ഞങ്ങളൊക്കെ ഈ തരത്തിലായിപ്പോയത്. നശിച്ച് നാരായണക്കല്ല് പിടിച്ചു. പ്രാർത്ഥിച്ചാല് എൻ്റെ അപ്പനൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെ 4 മണിക്ക് ഏറ്റിട്ട് പ്രാർത്ഥനയാ സാറേ. പ്രാർത്ഥിച്ച് എന്നുവെച്ച് വെറുതെ ഇരിക്കും, വീട്ടിൽ കുത്തിയിരിക്കും. വെറുതെ വീട്ടിൽ കുത്തിയിരുന്ന കരി ഉണ്ടാവുമോ സാറേ? പുള്ളിക്കാരൻ വിചാരിച്ചത് പറവോൻ രാജാവിന്റെ അടിമത്തത്തിൽ ഇസ്രായേലിനെ കൊണ്ട് കനാൻ ദേശത്തേക്ക് പോയപ്പോൾ മന്ന പൊഴിഞ്ഞു കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പുള്ളിക്ക് വിദ്യാഭ്യാസം ഒന്നുമുള്ള ആളല്ലായിരുന്നു. പുള്ളി വിചാരിച്ച് ആകാശത്തിൽ നിന്ന് എന്തോ ഇങ്ങോട്ട് താഴോട്ട് വീണ് കിട്ടുമെന്നറിയാം. വീട്ടിൽ നിന്ന് ഇറങ്ങി ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി മേലോട്ട് നോക്കുമായിരുന്നു വല്ലതും വീഴുന്നുണ്ടോന്ന്. നോക്കുമോന്ന് ചോദിച്ചാൽ അതിൻ്റെതാ ഞാനിപ്പോ ഇന്ന് അനുഭവിക്കുന്ന ഞാൻ താമസിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കർണാടക ഫോറസ്റ്റിലേക്ക് എൻ്റെ വീടിന്റെ അവിടുന്ന് 5 മിനിറ്റ് നടക്കുന്നുള്ളൂ. അതായത് 5 ഏക്കർ സ്ഥലത്തിന്റെ അപ്പുറത്ത് കർണാടക ഫോറസ്റ്റാ. കാട്ടാനൊക്കെ ഇറങ്ങുന്ന എൻ്റെ വീടിന്റെ മുറ്റത്ത് വരെ കാട്ടാൻ വന്നു. ഈ മലയുടെ മണ്ട ചങ്ങനാശ്ശേരി ഞങ്ങൾ ഇവിടെ വരാൻ കാരണം എൻ്റെ അപ്പൻ കാണിച്ച മണ്ടത്തരം കൊണ്ട് അവിടെ നിന്നല്ല ഇവിടെ വരേണ്ടി വന്നു. 450 രൂപയും കൊണ്ട് അന്ന് 51 വർഷം മുമ്പ് ഞങ്ങൾ ഇവിടെ വന്ന് ഒരു കിഴുക്കാന്തൂക്കായ ഒരു സ്ഥലം നമുക്ക് കിട്ടിയത്. അപ്പൊ ഈ മരമണ്ടന്മാരായ ഈ പിന്നെ വിശ്വാസികളോട് സാർ ഈ ചെയ്യുന്നതിന് സാറിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വല്ല മാർഗം ഉണ്ടെങ്കിൽ ഞാൻ അവിടെ വന്ന് കണ്ട് സാറിന് ഞാൻ എന്നാ പറയാ എന്തെങ്കിലും ഒരു പാരിതോഷികം തന്നേനെ. എനിക്ക് അത്രയധികം സന്തോഷമുണ്ട് സാറേ. ഇത് നിർത്തരുത്. അപ്പം പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇവരൊക്കെ ഈ എന്റെ പെണ്ണുങ്ങൾ തന്നെ ഇവിടെ പിരിവിന് വരുമ്പം
10 രൂപ കൊടുക്കേണ്ടടുത്ത് 100 രൂപ എടുത്ത് കൊടുക്കുന്നത്. 10 രൂപ കൊടുക്കേണ്ട കേസേ ഉള്ളൂ. അതായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീക്കെൻഡ് ലീഗ് എന്നൊക്കെ പറഞ്ഞ് പിള്ളേർ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക്, എന്നിട്ട് എൻ്റെ സാറേ ഈ ഒരു മാസത്തിനുള്ളിൽ 2 പ്രാവശ്യം ഞങ്ങളുടെ വീട്ടിൽ പാമ്പ് കയറി. ഞങ്ങൾ ഈ വീട്ടിനുള്ളിൽ മഴക്കാലത്ത് അതിൽ അവിടെ നിന്ന് ഇവിടുന്നെല്ലാം പാമ്പ് വന്ന് കയറി. എൻ്റെ പെണ്ണുങ്ങൾ രാത്രി TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കാലിച്ചോട്ടി 2 പാമ്പ്, ചെറിയ എന്തോ വിഷപ്പാമ്പാ. ഞാൻ പറഞ്ഞു, നീ എന്നെ 100 രൂപ കൊടുത്തത് കുറഞ്ഞു പോയിട്ടൊക്കെ ഈ ഒരു പാമ്പിനെ വിട്ടതാന്ന് പറഞ്ഞു. അനുഭവിച്ചോളാൻ പറഞ്ഞു. അപ്പൊ ഞാനും പെണ്ണുങ്ങളുമായിട്ട് എന്നും യുദ്ധം ഈ ഒരു കാര്യത്തില്. അവൾ വിശ്വാസിയും ഞാൻ അവിശ്വാസിയും. എന്റെ സാറേ എന്റെ അയൽവക്കത്തുണ്ട് സാറേ, ഈ ഒരു അച്ഛനാകാൻ പോയി ഒരു ചെറുക്കനെ പീഡിപ്പിച്ചിട്ട് അവൻ അവിടെ 10-20 വയസ്സായി, അവനെ പീഡിപ്പിച്ചു. അത് വലിയ കേസായി പോയതാ. പിണറായി വിജയന്റെ അടുത്ത് വരെ എത്തി ആ വിഷയം. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനെ പീഡിപ്പിച്ചു കഴിഞ്ഞ് അവൻ അവിടുന്ന് ചാടി പോന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പീഡിപ്പിച്ച അച്ഛന്റെ അമ്മാവൻ അവരുടെ വീട്ടിൽ കൊണ്ട് അവർക്കൊരു ഓമിനി വാനുണ്ടായിരുന്നു. ആ വാനിനകത്ത് രാത്രി കൊണ്ട് കഞ്ചാവ് വെച്ച് 2 കിലോ 200 ഗ്രാം കഞ്ചാവ്, എന്നിട്ട് എക്സൈസിനെ കൊണ്ട് പിടിപ്പിച്ചു. അതിനകത്ത് ഞങ്ങളൊക്കെ സാക്ഷി പറയാൻ വരെ ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ കുടുംബത്തോടെ അങ്ങനത്തെ യാതൊരു എന്നാ പറയുക, മദ്യമോ മയക്കുമരുന്നോ ഇങ്ങനത്തെ യാതൊരു വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ടീമല്ലായിരുന്നു. അങ്ങനെ നാട്ടുകാർ എന്തെല്ലാം ഇത് പോലീസിനോടും എക്സൈസ് കമ്മീഷണറോടും അതുപോലെ തന്നെ നമ്മുടെ ഒരു സുഹൃത്തായ പിണറായിയെ കാണാൻ വരെ പോയത്. ആ കേസൊക്കെ ഞങ്ങളൊക്കെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ അവൻ ഒഴിവായി പോയി. അവനിപ്പോഴും ഗൾഫിലൊക്കെ പോയി. അങ്ങനെ ഈ അവരുടെ അമ്മയാണെന്ന് പറഞ്ഞല്ലോ, ഈ കാലം അംഗവാടിയിലുണ്ടല്ലോ ഒരു ധ്യാനകേന്ദ്രം കോട്ട. ഒരു കാലത്ത് ഈ കോട്ടയിലേക്ക് ആളെ കൊണ്ടുപോകുന്ന ഒരു ഏജന്റ് അവന്റെ അമ്മ ഇപ്പം ആ പണി നിന്നു. കോട്ടയം ധ്യാനത്തിന് ഇപ്പം ആരും പോകുന്നില്ല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചുമ്മാതെ പെണ്ണുങ്ങൾ ഇങ്ങനെ ഓരോ പെണ്ണുങ്ങൾ ഇങ്ങനെ എഴുന്നള്ളിച്ചോണ്ടിരിക്കുക സാറേ. അയ്യോ അവർ പോയാൽ 60 അങ്ങ് എടുത്ത് മാറ്റിക്കളയും. സാറിനറിയാവോ, ഞാൻ 2 വർഷം ഞാൻ ഇവിടുന്ന് 2 കന്യാസ്ത്രീകളെ ഓടിച്ചതാ എന്റെ വീട്ടിലോട്ട് കയറി വന്നു. 2 കന്യാസ്ത്രീകൾ കോവിഡ് കഴിഞ്ഞ് ഞാൻ ഇപ്പൊ ഇരിക്കുന്നത് പോലെ എന്റെ സീറ്റിലോട്ട് ഞാൻ ഇരിക്കുമ്പോൾ 2 കന്യാസ്ത്രീകൾ ഇങ്ങോട്ട് കയറി വരിക കോവിഡ് കഴിഞ്ഞ് ഇരിക്കുന്ന സമയത്ത്. ഞാൻ ചോദിച്ചു എന്തിനാ വന്നതെന്ന് ചോദിച്ചു. എന്റെ വീട്ടിലേക്ക് ഈ ഭക്തി വ്യാപാരവും കൊണ്ട് എന്റെ വീട്ടിലേക്ക് വന്നേക്കരുതെന്ന് പറഞ്ഞു. മേലിൽ വന്നേക്കരുത്, നിങ്ങൾ ഔദാര്യമൊന്നും വേണ്ടെന്ന് പറഞ്ഞു. പോപ്പ് നിങ്ങൾക്ക് കടുകും മണിയോടും വിശ്വാസം ഉണ്ടെന്ന് വരികയും മലയോട് മാറാൻ പറഞ്ഞാൽ മാറുമെന്നല്ല പറഞ്ഞു. കോവിഡ് വന്നപ്പം കണ്ണാടിക്കൂട്ടിനകത്ത് കയറിയിരുന്നില്ലെന്ന് ചോദിച്ചു. ഞാൻ പറയാവുന്നിടത്തോളം പറഞ്ഞു. അവസാനം ഇറങ്ങിപ്പോയി. ഞാൻ വിട്ടു. ഞാനിത് പറയുമ്പോൾ ഞാൻ ചോദിക്കുക, ഞാനിതിനെ ശക്തിയുക്തി എതിർത്തോണ്ടിരിക്കുന്നതാ. പക്ഷേ ഞാനിപ്പം പൊതു സ്റ്റേജിൽ ഞാനിത് ഇന്നലെയും കൂടി ഞാൻ ഇവിടെ ടൗണിൽ പോയപ്പോൾ ഞാനിത് പറഞ്ഞു. അതായത് ഈ കഴിഞ്ഞ ദിവസം കണ്ടതാ നമ്മുടെ പാമ്പാനി പറഞ്ഞത് ഒരു മീറ്റിങ്ങിൽ പറയുക, 18 വയസ്സ് കഴിഞ്ഞെന്നാൽ നിങ്ങൾ ഏതെങ്കിലും പെൺപിള്ളാരെ വളച്ചു കൂട്ടിക്കോണം, 25 വയസ്സിനുള്ളിൽ കല്യാണം നടത്തിക്കോണമെന്നും പറഞ്ഞ് അയാളൊരു പ്രഖ്യാപനം നടത്തി. അപ്പം ഞാൻ ഇന്നലെ ആശുപത്രിയിൽ പോയപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും സംഭവിച്ചു നിങ്ങളുടെ പെൺപിള്ളാരെ ഒരുത്തൻ ഏതെങ്കിലും ഒരു തൊടി പറഞ്ഞു നടക്കുന്ന ഒരു ചെറുക്കൻ വന്ന് വളച്ചു കൂട്ടിയേച്ച് കെട്ടിക്കുറിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞാലേ അച്ഛൻ പറഞ്ഞിട്ടാണെന്നും പറഞ്ഞ് വളച്ചു കൂട്ടിയെന്ന് പറഞ്ഞപ്പോൾ മെത്രാൻ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ വളച്ചു കൂട്ടിയതാണെന്നും പറഞ്ഞ് വന്നാൽ നിങ്ങൾക്ക് പറ്റാത്ത ഒരു കല്യാണമാണ്, നിങ്ങൾ സമ്മതിക്കുമെന്ന് ചോദിച്ചു. ഞങ്ങൾ സമ്മതിക്കാമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഇത് പറ്റുകയില്ല, താൻ എന്നാ വെമ്മാടിത്തരാ പറഞ്ഞെന്ന് ചോദിക്കാൻ ഒരുത്തനും ഇല്ല. ആരാ നിൽക്കുന്നത്? എല്ലാവരും ഇത് പണ്ട ആരോ പറഞ്ഞ പോലെ എന്നാന്ന് വെച്ചാൽ സ്വർഗം ഉണ്ടെന്ന് വരികിൽ ഞാൻ അവിടെ പോകാതെ വരുമോ എന്നൊരു പേടിയുണ്ട് സാറേ എല്ലാവർക്കും. അതാ ഇവരുടെ ഈ തകരാറ് മുഴുവൻ. ഞാൻ ഇന്നലെയും കണ്ടു. ഞാൻ ഇന്ന് എല്ലാ ദിവസവും ഇപ്പോഴും ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം സാറിനെ വിളിക്കുന്ന ഒരു യൂട്യൂബ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ എപ്പോഴും ഇത് സാറില്ല, വെറുതെ ഇരിക്കുക. സാറിന്റെ ഓരോ പരിപാടിയും കണ്ടുകൊണ്ടിരിക്കുക. എനിക്കിത് കാണുന്നത് ഒരു ആശ്വാസമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളല്ലാണ്ട് ആരും ഇത് ചെയ്യുന്നില്ല. എന്താ ചെയ്യാനാ? വിശ്വാസം ഉറപ്പിക്കലാണ് മറ്റുള്ളവരുടെ പരിപാടി. എൻ്റെ ജോണി സാറെന്ന് പറഞ്ഞ എൻ്റെ ഒരു സാറ് എന്നോട് ഇത് വാങ്ങുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം ഞാൻ അവിടെ ചെല്ലുമ്പം മാസികം കൊണ്ട് ഞാൻ അവരുടെ വീട്ടിലോട്ട് ചെല്ലുമ്പം അവർ പൈസ ഒന്ന് വാങ്ങുന്ന ഞാനത് എടുത്തോണ്ട് വന്ന് കൊടുക്കും. അപ്പൊ ഞാൻ ഈ മിറ്റത്തോട്ട് ചെല്ലുമ്പോൾ 2 പേരും അവിടെ നിൽക്കുക, പച്ചക്കറി നനച്ചോണ്ടിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, ടീച്ചർ ഇതൊന്ന് വായിക്കണം പറഞ്ഞ് കൊടുത്തപ്പോൾ ടീച്ചർ എന്നോട് പറയുക ഞാൻ വിശ്വാസിയാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ടീച്ചറെ 60 വയസ്സുള്ള ഒരു കത്തനാർ 30 വയസ്സുള്ള ഒരു കന്യാസ്ത്രീയെ പീഡിപ്പിച്ച കഥ അവരെഴുതിയത്
ഞാൻ എൻ്റെ ഒരു അവരുടെ ഫോട്ടോ സഹിതമുണ്ട്, ഞാൻ കൊണ്ട് തരാം, ടീച്ചറിനെ ഒന്ന് വായിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. 60 വയസ്സുള്ളപ്പോഴാണ് 30 വയസ്സുള്ള സന്യാസിയെ പീഡിപ്പിച്ചത്. ഇതൊന്നും വേണ്ട. സാറിന്റെ ചാനലിൽ തന്നെ ഒരു ദിവസം നമ്മുടെ ജോസ് കണ്ടത്തിലെന്ന് പറഞ്ഞ ആള് ഒരു ഇത് കൊടുത്തു. അതിനകത്ത് പറഞ്ഞു ചങ്ങനാശ്ശേരി അരമനയിലെ കുറുമനാടൻ പള്ളിയിൽ എന്ന് പറയുന്ന എൻ്റെ വല്യമ്മയുടെ പിന്നെ ചെറുപ്പകാലത്തെ അവരുടെ ഇടവ പള്ളിയാണ്. ഈ കുറുമനാടൻ പള്ളിയിലല്ലേ ഒരു വൈദികന്റെ സഹോദരിയെ ഒരു വൈദികൻ ഗർഭിണിയാക്കിയത്. ജോസ് കണ്ടത്തിൽ സാറിന്റെ ചാനൽ വെച്ച് അതൊരിക്കൽ വെളിപ്പെടുത്തിയതാണല്ലോ ആ കഥ. നടക്കപ്പാടം എന്ന് പറയും. നടക്കപ്പാടത്ത് അത് ഈ കുറുമനാടൻ പള്ളിയുടെ തൊട്ടപ്പുറം നടക്കപ്പാടം എന്ന് പറയുന്ന സ്ഥലം. ചങ്ങനാശ്ശേരി 5 കിലോമീറ്റർ 4 കിലോമീറ്ററേ ഉള്ളൂ. എന്റെ ആ മാനം പോയതിന് 50,000 രൂപ നഷ്ടപരിഹാരം കൊടുക്കാൻ വിധിച്ചു അരമന കോടതി. അപ്പൊ എതിർഭാഗം വക്കീൽ ചോദിച്ചു കഴിഞ്ഞാല് ഒരു സ്ത്രീയുടെ മാനത്തിന് 50,000 രൂപയേ ഉള്ളൂ എന്ന് ചോദിച്ചു. ഇതാണ് ഇവരുടെ എല്ലാം പിന്നെ കാര്യങ്ങൾ. ശരിക്കും അച്ഛന്റെ വിശ്വാസം കളഞ്ഞത് ഇവന്മാരാണോ? ഈ കത്തോലിക്ക പാതിരികളാണോ? എന്റെ വിശ്വാസം കളഞ്ഞതെന്ന് പറഞ്ഞോ, അത് എന്റെ വല്യമ്മ എന്റെ അപ്പനും തന്നെയാ. കാരണം അവരുടെ അമിതമായ വിശ്വാസം. അതായത് ഈ എന്റെ വല്യമ്മയുടെ ആംഗ്ല എന്ന് പറയുന്ന ഈ ചങ്ങനാശ്ശേരിയിൽ അരമനയിലേക്ക് ക്ലർക്കായിരുന്ന ഈ പുള്ളി പുണ്യാളനാകുമെന്നും പറഞ്ഞ് എന്റെ വല്യമ്മ 50 കൊല്ലം മുമ്പ് മരിച്ചു പോയിട്ട് 45 കൊല്ലമായി. പുള്ളിക്കാർക്ക് ഇങ്ങനെ എന്റെ ചെറുപ്പകാലത്തല്ല ഇങ്ങനെ എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കും. എന്റെ ആങ്ങള പുണ്യാളനാ, ഉടനെ റോമിന്ന് കൽപ്പന വരും, പുണ്യാളനാക്കും എന്നൊക്കെ പറഞ്ഞ് ഇതുവരെ ഒരു പുണ്യാളനുമായിട്ടുമില്ല. ഇവരൊക്കെ ധരിച്ചു വെച്ചിരുന്നു അങ്ങനെയാണ്. ചിലപ്പം ഇയാളെ പറഞ്ഞ് പറ്റിച്ചാണെങ്കിലും 2.5 ഏക്കർ സ്ഥലം എഴുതി കൊടുത്താല് പുണ്യാളനാക്കാൻ സാധ്യത പറഞ്ഞിപ്പോ പിടുങ്ങിയതായിരിക്കും വരെ. പുള്ളി അത് കാവാശ്ശേരി പിതാവിന്റെ കാലത്താണ് ഇതേ അരമനയിൽ ഉണ്ടായിരുന്നത്. എന്നിട്ട് ഇയാൾ ബിൽപത്രം എഴുതി വെച്ച് ഇയാൾ മരിച്ചു കഴിഞ്ഞ പിന്നെ ക്ഷയരോഗമായിരുന്നു. മരിച്ചു കഴിഞ്ഞാൽ ഈ കുരിശുപള്ളിയുടെ മുറ്റത്ത് അവിടെ ശവക്കോട്ടയില്ല, കുരിശുപള്ളിയുടെ മുറ്റത്തായിട്ട് എന്നെ അടക്കണമെന്നായിരുന്നു. എന്നിട്ട് അന്ന് പിന്നെ മരിച്ചു കഴിഞ്ഞപ്പം കുറുമനാടൻ പള്ളിയിലെ ഇത് തൊട്ടായിരുന്നു അപ്പുറപ്പൊക്കെയാ കുറുമനാടൻ പള്ളി കൊണ്ട് അടക്കി കഴിഞ്ഞിട്ട് കാളാശ്ശേരി പിതാവ് 2 കൊല്ലം കഴിഞ്ഞപ്പോ പിതാവിന് എന്തോ ഒരു ബോധോദയം ഉണ്ടായി. പിതാവിന് ഉറക്കം വരുന്നില്ലെന്നൊക്കെ ഒരു രീതിയിലായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് മാന്തി എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഈ മാമല എന്ന് പറഞ്ഞ പുള്ളി പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുവന്ന് അടക്കി അതിന്റെ മേലെ കുരിശ് സ്ഥാപിച്ചു. ഇപ്പോഴും കുരിശുണ്ട് അവിടെ എഴുതിയും വെച്ചിട്ടുണ്ട്, ശിലാഫലകമുണ്ട്, ഒരു ഇതുണ്ട്. ഒരു വിശ്വാസിക്കും 5 പൈസ മുടക്കില്ലാണ്ട അവിടെ ഒരു ഇടവപ്പള്ളി ഉണ്ടായത്. ഒരു ഇടവപ്പള്ളി ഉണ്ടാകണമെന്ന് വരിക പൈസ എത്ര മുടക്കണം സാറേ? കാരണം പുള്ളി 2 ഏക്കർ 16 സെന്റ് സ്ഥലം അവിടെ എഴുതി വെച്ചു. അതുകൊണ്ട് അവിടെ കുരിശുപള്ളി ഉണ്ടായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ അത് ഇടവകയായി. 50 കൊല്ലം മുമ്പ് 60 കൊല്ലം മുമ്പ് ആർക്കും 5 പൈസ മുടക്കില്ല. ഇനി ഞാൻ സാറിനെ വിളിച്ചത് എന്റെ ഉള്ളിലുള്ള രോഷം മുഴുവൻ ഇത് പിന്നെ എന്നാ പറയുക ഈ വിശ്വാസികൾ, അത് എല്ലാ വിശ്വാസികളോടും, ഏത് വിശ്വാസിയായി, ഹിന്ദു വിശ്വാസിയായാലും വേണ്ടിയില്ല, ക്രിസ്ത്യാനി ആയാലും വേണ്ടിയില്ല, ഈ വിശ്വാസം എന്ന് പറയുന്നത് ഇത് പിന്നെ ഒരു ശാപമായി മാറിയിരിക്കുക. ഇതിന് ഞാൻ ഒരു 3ാം ക്ലാസ്സുകാരൻ വിദ്യാഭ്യാസമുള്ള ഞാൻ പറഞ്ഞാൽ ഇതാരെങ്കിലും കേൾക്കുമോ സാറേ? സാറ് ചെയ്യുന്നത് ഒരു മഹത്തായ കാര്യമാണ്. അതിന് ഞാൻ അകമഴിഞ്ഞ നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. എന്റെ അപ്പനും വല്യമ്മയും ചെയ്ത ഈ അന്ധവിശ്വാസം മൂലം അതുകൊണ്ടാണ് ഞാൻ നിരീശ്വരവാദിയായി പോയത്. കാരണം ഈ പ്രാർത്ഥിച്ചാല് അങ്ങനെയാണെന്ന് വരിക. പിന്നെ ഈ കോവിഡ് വന്നപ്പോ ഇവന്മാരെവിടെയാ പോയത്? കോവിഡ് വന്നപ്പോ തെളിഞ്ഞില്ല. ഞാൻ വെല്ലുവിളിച്ച് പറഞ്ഞായിരുന്നല്ലോ സൗദിന്ന്. ഞാൻ ഞങ്ങളുടെ ടൗണിൽ വെല്ലുവിളിച്ച് ഞാൻ പറഞ്ഞു, ഈ കോവിഡ് പ്രാർത്ഥിച്ച് മാറ്റാൻ പറ്റുന്ന ഏതെങ്കിലും ഒരുത്തനുണ്ടെന്ന് വരികയില്ല, അത്ഭുതം കാണിച്ചതാ. അല്ലാണ്ട് ചുമ്മാ ധ്യാന കേന്ദ്രത്തിൽ അത്ഭുതം നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ എഴുന്നള്ളിച്ചാ പോരാ. ഇപ്പം മണിക്കൂർ വെച്ചിട്ട് മാറ്റാൻ പറ്റാറ്റുന്ന ഏതെങ്കിലും ഒരുത്തനുണ്ടെ ചെയ്ത് കാണിച്ചതാന്ന് വെല്ലുവിളിച്ചു. എന്റെ കൂട്ടത്തിൽ ഒരാളും കൂടെ കൂടി, വേറൊരു നിരീശ്വരവാദി ഉണ്ടായിരുന്നു, അവനും കൂടി. ഏത് കത്തനാരാ അന്നൊന്നും വെഞ്ചരിക്കാൻ വരികയില്ലായിരുന്നല്ലോ വീടുകളോറും. അല്ലെങ്കിൽ എല്ലാ എഴുന്നള്ളിക്കല്ലേ എല്ലാ വർഷം പിന്നെ വെഞ്ചരിക്കലല്ലായിരുന്നോ? അന്ന് കുർബാന വേണ്ടായിരുന്നല്ലോ. പറയാനാണ് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.